ഹലോ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. വേറെ ആരുടെയുമല്ല, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു May 14th. അന്ന് എടുത്ത വീഡിയോ ആണ്. ഓഫ് കോഴ്സ് നമ്മൾ എന്നത്തെയും പോലെ ഇത്തവണയും ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്തിടാനായിട്ട്. അപ്പോൾ എല്ലാ തവണയും രാത്രി 12 മണിക്ക് നമുക്ക് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തവണയും ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആൾ കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. സോ 12 മണിയായിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പുറത്തോട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 12 മണിയായപ്പോൾ എന്നെ വന്ന് വിളിച്ചു. ചേട്ടനും ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ മറ്റേ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ എനിക്ക് 30 വയസ്സായി. എൻ്റെ ദൈവമേ, എന്ത് പെട്ടെന്ന് സമയം പോകുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ഞാൻ പേഴ്സണലി അങ്ങനെ കേക്ക് ഫാൻ ഒന്നുമല്ല, പക്ഷേ എനിക്ക് കഴിക്കാൻ കുറച്ചും കൂടി ഇഷ്ടം ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാത്രി കട്ട് ചെയ്ത കേക്ക് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഫ്ലേവറുള്ള കേക്കായിരുന്നു കേട്ടോ. ദെൻ അതിന് ശേഷം മെയിനായിട്ടുള്ള പരിപാടി നമ്മുടെ ഗിഫ്റ്റ്. അപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എനിക്ക് അബിയും ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അബി 2 വലിയ ബോക്സിലാണ് ഗിഫ്റ്റൊക്കെ തന്നത്. എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം എനിക്കൊരു വീഡിയോ കാണിച്ചു തന്നു അബി. അത് ഇതുപോലെ നമുക്ക് എടുത്താലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പെട്രോളോ ഡീസലോ ഒന്നും അല്ല കേട്ടോ സംഭവം. നമ്മുടെ കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ ഞാൻ വായിൽ നിറച്ചിട്ട് ഊതുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ആ മെഴുകുതിരിയിലോട്ട് ലൈറ്റിലോട്ട് ഊതുമ്പോൾ നല്ലോണം തീ വരുന്നുണ്ട് കേട്ടോ. അതായിരുന്നു ശരിക്കും സംഭവം. അപ്പോൾ വായിൽ നിറച്ചും ആ ഒരു കോൺഫ്ലവർ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴുകിക്കളഞ്ഞ് പിന്നെ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന പരിപാടിയിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചേട്ടായും ചേച്ചിയും തന്നിരുന്ന ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നത് JBLൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടാണ് കേട്ടോ. നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അങ്ങനെ അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി. പിന്നെ സെക്കൻഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അബി കൊണ്ടുവന്നത് എന്താണെന്ന് നോക്കാനുള്ള പരിപാടിയായിരുന്നു നെക്സ്റ്റ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ബോക്സിലുണ്ടായിരുന്നത് നിറയും എന്താ പറയുക ക്ലിപ്പുകൾ, പിന്നെ സ്ലൈഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പാദസരം, പിന്നെ എന്തായിരുന്നു, ബുഷ് ഉണ്ടായിരുന്നു, റിങ്ങുകൾ ഉണ്ടായിരുന്നു, കൈ ചെയിൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ മാലയുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പൊട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ അതായിരുന്നു ഫസ്റ്റ് ബോക്സിലുണ്ടായിരുന്ന ഗിഫ്റ്റ് കേട്ടോ. പിന്നെ വളയുണ്ടായിരുന്നു, കുപ്പിവളയുണ്ടായിരുന്നു. പാദസരം എന്ന് പറയുന്നത് ഞാനൊരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് പാദസരം തന്നെ ആൾ തപ്പി പിടിച്ച് കൊണ്ട് തന്നു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞി ബാഗും ഉണ്ടായിരുന്നു, ഹാൻഡ് ബാഗും ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത് എന്താ ഇത്രയും വലിയ ഗിഫ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായേ ഇല്ല. പിന്നെ ഓപ്പൺ ചെയ്തപ്പോഴാണ് അത് റിംഗ് ലൈറ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ റിംഗ് ലൈറ്റ് ഓൾറെഡി ചെറുതായിട്ട് പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിതാ ഒരു പുതിയ റിംഗ് ലൈറ്റ് എനിക്ക് വാങ്ങിച്ചു തന്നു. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു നമ്മുടെ ഗിഫ്റ്റ്. അങ്ങനെ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ പോയി കിടന്നത്. പിറ്റേ ദിവസം രാവിലെ, അതായത് അന്ന് രാവിലെ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്ദൂട്ടൻ്റെ 2 വയസ്സായതിൻ്റെ വാക്സിൻ എടുക്കാനുണ്ടായിരുന്നു. സോ നമ്മൾ അന്നായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ നേരെ രാവിലെ തന്നെ വാക്സിൻ എടുക്കാനായിട്ട് രാജഗിരി പോയി. അതിനുശേഷം എനിക്ക് അമ്മേനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിലും പോയി നമ്മൾ അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ വീട്ടിൽ ചെന്നപ്പോഴാണ് അടുത്ത സർപ്രൈസ് എന്ന് പറയുന്നത്. അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്നപ്പോഴേക്കും അച്ഛൻ സത്യം പറഞ്ഞാൽ കേക്കൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നന്ദൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കഴിക്കാനായിട്ടും ഭയങ്കര കേക്കിൻ്റെ ഫാനാണ് ആൾ. എന്തോരം കഴിച്ചാലും ആൾക്ക് മതിയാവില്ല. സോ ആരുടെ ബർത്ത്ഡേ വന്നാലും അവൻ്റെ ബർത്ത്ഡേ ആണെന്നാണ് അവൻ്റെ വിചാരം. അവന് തന്നെ കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിന്ന് കേക്ക് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ വീട്ടിലും കേക്ക് കട്ട് ചെയ്ത് അച്ഛനും അമ്മയ്ക്കും പിന്നെ അമ്മമ്മ ഉണ്ടായിരുന്നു, അമ്മമ്മയ്ക്കൊക്കെ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ നേരെ അമ്മേനെ കൊണ്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടോ. പിന്നെ നമ്മൾ നേരെ കോതമംഗലത്തോട്ട് വന്നു. അപ്പോൾ അതാ അവിടെയും വീണ്ടും ഒരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി 2 കേക്ക് ആൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2 കേക്കും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ കട്ട് ചെയ്യാനാണ് വിചാരിച്ചത്, പക്ഷേ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ പോകേണ്ട കാരണം. അപ്പോൾ വന്നിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാ ആസ് യൂഷ്വൽ നന്ദു എൻ്റെ അടുത്തുണ്ട്. കേക്ക് കട്ട് ചെയ്തു. ഞാൻ നമ്മുടെ ബർത്ത്ഡേയുടെ തൊപ്പി വെച്ചു. അപ്പോൾ അത് അവൻ്റെ ബർത്ത്ഡേക്ക് വെച്ചിരുന്ന തൊപ്പിയാണ് കേട്ടോ. അപ്പോൾ ആൾ അത് വയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഒരു വാശി എടുത്തത്. പിന്നെ അതൊക്കെ വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. അപ്പൂസ് ആദ്യം കഴിക്കാൻ കൂട്ടാക്കുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ടേസ്റ്റ് കിട്ടിയപ്പോഴാണ് ആൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറാണെന്ന് ആൾക്ക് മനസ്സിലായി. അങ്ങനെ ആൾ കേക്കൊക്കെ കഴിച്ചു കേട്ടോ. 2 പേരും അത്യാവശ്യം കേക്കൊക്കെ കഴിച്ചു. അങ്ങനെ എൻ്റെ കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞു കേട്ടോ. എനിക്കൊന്ന് 1, 2, 3 കേക്കാണ് ഇത്തവണ ബർത്ത്ഡേക്ക് കട്ട് ചെയ്തത്.
സാധാ ഇത്രയും കേക്കൊന്നും കട്ട് ചെയ്യാറില്ല. ഒരു കേക്ക് കട്ട് ചെയ്യുക, പരിപാടി കഴിയുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ബർത്ത്ഡേ എനിക്ക് എന്തുകൊണ്ടും സ്പെഷ്യലായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുട്ടി ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എല്ലാവരും ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ആസ് യൂഷ്വൽ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ പരിപാടി അവസാനിപ്പിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കേക്ക് മുഖത്ത് തേക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. കുറച്ചെടുത്തിട്ടാണ് തേച്ചോളൂ. പക്ഷെ ഞാൻ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ നന്ദുക്കുട്ടൻ വിചാരിച്ചു എന്നെ എന്തോ ചെയ്യുകയാണ് അച്ഛൻ എന്ന് വിചാരിച്ചിട്ട് ആൾ വേഗം ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ കാര്യത്തിൽ തേച്ചില്ല, ആളവിടെ നിർത്തി. ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ പിന്നെ ഒന്നും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ആൾ കരച്ചിൽ നിർത്തിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം ഒരു വീഡിയോയും കൂടി ആഡ് ചെയ്യാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ആ വീഡിയോ ഇതിൻ്റെ ഒപ്പം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ വേറെ ഒന്നുമല്ല, നന്ദൂട്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അന്ന് സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബർത്ത്ഡേയുടെ എൻ്റെ പേര് എഴുതിയിട്ട് കേക്കൊക്കെ ആൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ വെച്ച് തന്നെ എൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് നമ്മൾ അന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി സെലിബ്രേഷനും കൂടി അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അന്ന് ഞാൻ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല അന്ന് കേക്കൊക്കെ കൊണ്ടുവരുന്നുള്ളത്. അപ്പോൾ ആളതൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിവേ ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം ആ വീഡിയോയും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇത്തവണത്തെ ബർത്ത്ഡേ എല്ലാം കൊണ്ട് നമ്മൾ അടിച്ച് പൊളിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.